ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷി വളരെ വിഷമിച്ച് കട്ടിലിൽ കിടക്കുന്ന സമയത്താണ് വീണ മാഡം വീണ്ടും വിളിക്കുന്നത് കേട്ടോ. ഫയലിനകത്തിരുന്ന പേപ്പർ, മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കിട്ടിയോ മീനാക്ഷി എന്ന് ചോദിക്കുകയാണ്. മീനാക്ഷി പറയാണ്, പെട്ടെന്ന് വിക്കി പറയാണ്, കിട്ടും മാഡം കിട്ടും. അതെന്താ അങ്ങനെ? അല്ല, നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പം തന്നെ കിട്ടും. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ ഇങ്ങോട്ട് വരണ്ട, നീ ലീവ് എടുത്തോ. ബാക്കി കാര്യങ്ങൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ മറ്റന്നാൾ രാവിലെയാണ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഈ ഫയൽ എത്തേണ്ടത്, അത് കണക്കാക്കി ചെയ്താൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ആവണുണ്ട്. എന്നാലും മീനാക്ഷി സങ്കടപ്പെട്ട് അങ്ങനെ കിടക്കുമ്പോൾ മിത്ര കോളേജും കഴിഞ്ഞിട്ട് വരികയാണ്. വന്ന പാടെ തന്നെ നമ്മുടെ മീനാക്ഷി അതിനകത്തിരിക്കുന്ന കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇന്ന് നേരത്തെ എത്തിയോ? ആ, വരേണ്ടി വന്നു മിത്രയെന്ന് പറയാം. വരേണ്ടി വന്നു എന്നോ? അതെന്താ ചേച്ചി അങ്ങനെ? അങ്ങനെയല്ല, ഇന്ന് ആ പേപ്പറിൻ്റെ കാര്യം ഉടനെ പറയുന്നുണ്ട് കേട്ടോ മീനാക്ഷി. അതെ, മുഖ്യമന്ത്രി ഒപ്പിട്ട് ഒരു പേപ്പർ ഞാൻ നിന്നെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നില്ലേ, പറഞ്ഞില്ലേ? അതേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും നിയമസഭയിൽ വയ്ക്കേണ്ട പേപ്പറാണെന്നും ചേച്ചി പറഞ്ഞിരുന്നല്ലോ. അത് കാണുന്നില്ല മിത്രേ. കാണുന്നില്ലെന്നോ? ചേച്ചി എന്തൊക്കെയായി പറയണേ? അതെ, ഇന്ന് ഞാൻ ഓഫീസിൽ ചെന്ന സമയം മുതൽ ആ പേപ്പർ കാണുന്നില്ല. എൻ്റെ ജോലി തന്നെ പോകുന്ന ആ ഒരു സ്റ്റേജിലെത്തും. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഇവിടെ വേറെ ആരും കാണുന്നില്ല. അപ്പച്ചി എന്തിയേ? ചേച്ചി ഏട്ടത്തി എന്തിയും ചോദിക്കുക. ആ, അമ്മ ദേ അടുക്കളയിൽ നിപ്പുണ്ട് മിത്രേ. പിന്നെ ശ്രീദേവി ഏട്ടത്തി ഇവിടെ ഇല്ല. എവിടെ പോയി? അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്തോ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞു പോയി. ഓ, അത് ശരി. എന്തായാലും ചേച്ചി വിഷമിക്കാതെ, നമുക്ക് നോക്കാം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ. അങ്ങനെ ദേവി നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മയോട് പറയാനുണ്ട്, അയ്യോ ഞാൻ കാരണം ഇനി നമ്മുടെ മീനാക്ഷിയുടെ ജോലി പോകുമെന്നുള്ള പേടിയിലും ടെൻഷനിലാന്ന് പറയുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവളുടെ ജോലി പോകണമെങ്കിൽ പോട്ടെ, നല്ലത് തന്നെയല്ലേ. അല്ലെങ്കിൽ അവൾക്ക് ഗവൺമെൻറ് ജോലിയുള്ളത്, കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ജോലി പോട്ടെ, എന്നാലും നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഒന്ന് കഴിഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകുള്ളൂ. അതുകൊണ്ട് പോട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ ദേവി പറയാം, ആ മീനാക്ഷിയുടെ ജോലി അവിടുന്ന് തെറിച്ചാലേ എൻ്റെ അവിടുത്തെ ജീവിതവും തെറിക്കും, മനസ്സിലായോ? ഞാൻ അവിടുന്ന് പുറത്താവും. അതെങ്ങനെയാടി? ഓ, അവിടെ എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കണേ? ഞാൻ ഇംഗ്ലീഷാണ്, MA ഇംഗ്ലീഷാണ്, ഇതൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കണേ. ആ, എന്താ കുഴപ്പം? ചിലപ്പോൾ പല കള്ളങ്ങളും പറഞ്ഞു തന്നിരിക്കും. ഇത് മാത്രമല്ല, ഇതിനപ്പുറം പല കള്ളങ്ങളും പറഞ്ഞാണ് നിന്നെ അവിടെ പറഞ്ഞു വിട്ടത്. ഇപ്പം എന്താടി കുഴപ്പം? ആ ഇംഗ്ലീഷ് കാരണം തന്നെയാണ് എൻ്റെ ജീവിതമേ ഇപ്പോൾ തൊലയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതെന്താടി അങ്ങനെ? അങ്ങനെ ദേവി അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പോൾ വിദ്യ ചോദിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ലേ, അതൊക്കെ കളയാന്ന് വെച്ചാൽ അപ്പോൾ മീനാക്ഷി ചേച്ചിയുടെ ജോലിക്ക് പ്രശ്നമാവോ? അതാ വിദ്യ, എനിക്കും പേടി. അതിന് കാരണക്കാരനാണ് ഞാനാണ് അതെല്ലാം ചെയ്തതെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടുത്തെ ജീവിതം അതോടെ തീരും. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുക, എടി നീ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. നിന്നെ ഇത്രത്തോളം കള്ളമൊക്കെ പറഞ്ഞ് അവിടെ ദേവമംഗലത്ത് കെട്ടിച്ചു വിടാൻ എനിക്കറിയാമെങ്കിലേ ജീവിതകാലം മുഴുവനും അവിടെ മഹാറാണിയായി ജീവിപ്പിക്കാനും എനിക്കറിയാം. നീ സമാധാനപ്പെടും, നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാം. എന്ത് വഴിയാമ്മേ? അമ്മ പറയണ പോലെ എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ, കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങളാണ് ചെയ്യണത് എന്ന് പറയുമ്പോൾ, ഓ പിന്നെ നീ പത്രം എടുത്ത് നോക്കാറുണ്ടോടി? രാവിലെ തുറന്ന് നോക്കി നോക്ക്, എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. പിടിച്ചു പറയും, കൊള്ളയും കൊലപാതകവും ഒക്കെ. ബാങ്കുകാർ വരെ ഇപ്പോൾ തട്ടിപ്പും അതും ഇതുവാ. ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും, ദേ നിങ്ങളെ പൈസ അത്രയും വന്നിട്ടുണ്ട്, ഇത്രയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെയും വിളിച്ചുകൊണ്ട് പോയിട്ടോ. നമ്മുടെ ബാങ്കിൽ വല്ലതുണ്ടെങ്കിൽ അതിനെ അവന്മാരടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെയാണ് ഇന്നത്തെ കാലം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഒന്നും അല്ല. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ പറഞ്ഞു തരുമ്പോൾ നീ ചെയ്യുമെന്ന് പറയുമ്പോൾ ദേവിക്ക് ദേഷ്യം വരാട്ടോ. ദേവി അവിടുന്ന് ചാടി എണീറ്റ് പറയാം, എൻ്റെ പൊന്നമ്മേ, ഒരു കള്ളം മറിക്കാനിട്ട് അടുത്ത കള്ളം, അങ്ങനെ എത്ര കള്ളം പറഞ്ഞ് പിടിച്ചാൽ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മയെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എടി മര്യാദയ്ക്ക് ഇരുന്നോണം, നിൻ്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആനന്ദ്, അവൻ നിൻ്റെ ഭർത്താവല്ലേ, അവനെ നിൻ്റെ വരച്ച വരയിൽ നിർത്തണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അത് നീ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ രാജകുമാരിയായിട്ട് തന്നെ വാഴും. അമ്മേ, ആനന്ദേട്ടൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമുണ്ട്, അങ്ങനെയല്ല വേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞാൽ നീ കിണറ്റി ചാടാൻ പറഞ്ഞാൽ അവൻ ആ നിമിഷം ചാടിയിരിക്കണം. അങ്ങനെയുള്ള സ്നേഹമാണ് വേണ്ടത്, പറഞ്ഞു കേട്ടോ. അങ്ങനെ നീ പിടിച്ച പിടിയിൽ ആനന്ദിനെ വെക്കണം, എന്നാലേ മറ്റുള്ളവരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും നിനക്ക് തെളിഞ്ഞ് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ ഇപ്പോൾ തെറ്റുകാരും കുറ്റക്കാരിയൊക്കെ ആയിക്കൊണ്ടേയിരിക്കും. നിനക്ക് മനസ്സിലായോ? എന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നോടാന്ന് പറഞ്ഞില്ലേ അവിടെ ഹണിമൂണിന് പോകുന്ന കാര്യം, അതെന്തായി? ഓ അതൊന്നും ആയില്ല അമ്മയെന്ന് പറയാം. ഓ അതൊന്നും ആയില്ല, അതാ ഞാൻ പറഞ്ഞത് നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയത്തില്ലെന്ന്. എടി അതിനുള്ള മിടുക്ക് നിനക്കുണ്ടോ? എന്നാൽ മാത്രമേ നീ നല്ലപോലെ അവർ ജീവിച്ച് പോകാൻ നിനക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവസം. വന്നിട്ട് ബാലിനെ കാണുന്നുണ്ട്. ബാലിനെ എന്ത് പറയാനമ്മേ? അല്ല, ബാലിനോട് പറയേണ്ട രീതിയിൽ എനിക്ക് പറയാനൊക്കെ അറിയാം എങ്ങനെയാന്ന്. എന്നിട്ട് നിങ്ങളെ ഞാൻ ഹണിമൂണിന് വിട്ടിരിക്കും, നോക്കിക്കോ.
അപ്പോൾ തന്നെ ദേവിക്കൊരു ആശ്വാസമാവാം. എന്നാലും മീനാക്ഷിയുടെ ജോലി, മീനാക്ഷിയുടെ ജോലി, എടി നീ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ദിവ്യ പറഞ്ഞു കൊടുക്കുകയാണ്, ചേച്ചി തൊട്ടേനും പിടിച്ചതിനൊന്നും ഒന്നിങ്ങനെ പേടിക്കാൻ നിൽക്കല്ലേ ചേച്ചി, ഒരു കുഴപ്പം വരില്ല ചേച്ചി, നോക്കിക്കോ. നാളെ മീനാക്ഷി ചേച്ചി ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കളഞ്ഞു പോയ പേപ്പർ ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ആണോ, കിട്ടും, സമാധാനമായിട്ടിരിക്കും. ചേച്ചിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടിയും വരില്ല, അവർക്ക് ആ ജോലി സ്ഥലത്തുനിന്ന് വിട്ടു പോവേണ്ടി വരില്ല. ആണോ, നിങ്ങളെല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചപ്പോഴേ എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി അവരെയൊക്കെ സമാധാനിപ്പിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യമാ? അല്ല, ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി തരാം, നീ അതുകൊണ്ട് എല്ലാവർക്കും വിളമ്പി അവരുടെയൊക്കെ മനസ്സൊക്കെ ശരിയാക്കി എടുക്ക്. അമ്മേ വേണം, അങ്ങനെ വേണം, അപ്പോഴേ അവരൊക്കെ ഒന്ന് ശരിയാവും. എന്നിട്ട് നീ ഈ പേടിയും ഒന്നും അവരുടെ മുമ്പിൽ കാണിക്കരുത്. നീ കൂളായിട്ട് സംസാരിച്ച് നല്ല എല്ലാവരും കയ്യിലെടുത്ത് അങ്ങ് നിന്നോളണം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ശരി അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ സമാധാനിക്കട്ടോ. ഇതേസമയം ആര്യൻ്റെ ഫ്രണ്ട് ആര്യനെ വഴിക്ക് വെച്ച് കാണണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ആര്യം കാണുക കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ചോദിക്കുക, ആര്യ നിൻ്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പിന്നെ അച്ഛനൊക്കെ ഇപ്പം എങ്ങനെ? അച്ഛൻ്റെ കാര്യം നിനക്ക് അറിയില്ലേ, കുറ്റവും കുറവുമായിട്ട് വഴക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മിത്ര എങ്ങനെയാണ്, ജീവിതവുമായി പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടോ, നല്ലതാണോ എന്നൊക്കെ ചോദിക്കട്ടോ. കുഴപ്പമില്ല, അവളും സന്തോഷവതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിൻ്റെ ഈ അലച്ചിലൊക്കെ നിർത്തി നിനക്കും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പഠിച്ചുകൂടെ? നീ എന്താടാ പറയണത്, ഇനിയിപ്പോൾ പഠിത്തം അതൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല, ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇതിങ്ങനെ പൊക്കോട്ടെ. പിന്നെ നിൻ്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ എനിക്കറിയാം ആര്യ, എന്നാലും ഞാനിപ്പോൾ പറയണ കാര്യം കേട്ട് നീ വിഷമിക്കരുത്. എന്താടാ നീ പറഞ്ഞു? അല്ല, ബൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതില്ലേ, അത് തിരിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ. വീട്ടിലാണെങ്കിൽ ഭയങ്കര പ്രഷറാണ്. ഒരു ആക്റ്റീവ ഉണ്ട്, അതെന്നും കംപ്ലൈൻ്റ് ആണ്. അങ്ങോട്ട് നമുക്ക് ആർക്കും അറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ. ആ വണ്ടിയുടെ പണി എന്നെ തീർത്ത് കൊണ്ടുനടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അച്ഛൻ അന്നു പോലെ പറയാം, ഈ ബൈക്ക് നീ തിരിച്ച് വാങ്ങുന്നു. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു സൗകര്യമേ തരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ബൈക്ക് തിരിച്ച് തരണമെന്ന്. അപ്പം തന്നെ ആര്യം പറയാം, അതിനിപ്പോൾ നീ വിഷമിക്കണ്ടടാ, എന്തായാലും ഇത്രത്തോളം നീ എന്നോട് ബൈക്ക് തിരിച്ച് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വീട്ടിൽ എത്രത്തോളം പ്രഷർ നിനക്ക് ഉണ്ടായിട്ടുണ്ടാവും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഊഹിക്കാനും പറ്റും. നീ വിഷമിക്കേണ്ട, എന്തായാലും നീ എനിക്കൊരു 2 ആഴ്ച സമയം തരാമോ? അതിനിടയ്ക്ക് ഞാൻ വേറൊരു ബൈക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. കാരണം എപ്പോഴും ഈ ഫുഡ് ഡെലിവറിയും പിന്നെ ലോഡിങ്ങും ഒക്കെ ഉള്ളത് കാരണം വണ്ടി ഇല്ലാണ്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല ആര്യ, നീ 1 മാസം നീ എടുത്തോ സമയം, ഈ 1 മാസത്തിനകം നീ എനിക്ക് വണ്ടി തന്നാൽ മതി. അതിനിടയ്ക്ക് നീ വേറൊരു വണ്ടി നീ എങ്ങനെയെങ്കിലും സെറ്റാക്കാവോ? സമാധാനമായി. 2 ആഴ്ച എന്നുള്ളത് 1 മാസം നീട്ടി തന്നില്ലേ നീ, അത്രയും ആശ്വാസം. എന്തായാലും എത്രയും വേഗം ഞാൻ ഒരു വണ്ടി സംഘടിപ്പിച്ചിട്ട് നിനക്ക് ഞാൻ അത് തിരിച്ച് തന്നോളാം എന്ന് പറയാം. ശരി. അങ്ങനെ ആര്യന് പെട്ടെന്നൊരു ഫോൺ വരികയാണ് ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതേടാ എനിക്ക് ഡെലിവറിക്കുള്ള സമയമായി, ഞാൻ പോവാം. ശരിയെന്നും പറഞ്ഞ് ആര്യൻ അവിടെ നിന്ന് പോവാം കേട്ടോ. വീട്ടിൽ ഗോമതിയും മിത്രയും കൂടെ മേശപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക മീനാക്ഷിയുടെ കാര്യങ്ങൾ ഓർത്തിട്ട്. അപ്പോൾ മിത്ര പറഞ്ഞു കൊടുക്കണുണ്ട് ഗോമതിയോട്, അപ്പച്ചി എന്തായാലും മീനാക്ഷി ചേച്ചിയെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്ത് പറ്റിയിട്ട്? അല്ല, ഈ ഗവൺമെൻറ് ജോലിക്കാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയെ പോലെ അല്ല മീനാക്ഷി ചേച്ചി, സത്യസന്ധയായ ജോലിയിൽ ആത്മാർത്ഥതയുള്ള ഒരു ആളാണ്. അപ്പോൾ ആ ആൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായാലോ എന്ന് ഇങ്ങനെ പറയാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് മിത്ര പറയുന്നത്. പക്ഷേ ഗോമതി അത് കേട്ട് പേടിക്കുകയാണ്. അയ്യോ, മീനാക്ഷി എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ? ദൈവമേ, എൻ്റെ മോളേന്ന് വിളിക്കാട്ടോ. അയ്യോ എൻ്റെ അപ്പച്ചി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒന്ന് സമാധാനപ്പെട്. എന്നിട്ട് ഇവിടെ കിടന്ന് മീനാക്ഷി എന്ന് വിളിക്കാട്ടോ. അപ്പോൾ മിത്ര പറയാ, മീനാക്ഷി ചേച്ചി അവിടെ സമാധാനത്തൊന്ന് കിടക്കുക, ചുമ്മാ കിടന്ന് വിളിക്കില്ലേ. അപ്പോഴാണ് മീനാക്ഷി പുതിയ സാരിയൊക്കെ കൊടുത്തങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഗോമതിക്ക് ഭയങ്കര ടെൻഷനാവുണ്ട്. ഗോമതി ഓടിപ്പോയി ചോദിക്കുന്നു, മോളെ നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ഒരിടം പോകണ്ട, ജോലിയും കാര്യവും പ്രശ്നങ്ങളും ഒക്കെ ശരി തന്നെ, പക്ഷെ അതൊന്നുമല്ല, അതെല്ലാം മാറി വരും, നമുക്ക് ജീവിതമാണ് വലുത്, നീ വേറെ ഒന്നും ചെയ്ത് കളയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ ഇങ്ങനെ പറയണേ അമ്മേ? മോളെ സങ്കടപ്പെടാതെ നിൽക്കുക, ഒക്കെ ശരിയാവും, നീ വിഷമിക്കാതെ, ആ പേപ്പർ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടും, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവി അങ്ങോട്ട് കയറി വരുന്നുണ്ടോ. ദേവിയുടെ കയ്യിലൊരു കവറും ഉണ്ട്. ആഹാ, നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുക അല്ലേ? അത് ശരി. എന്താ മീനാക്ഷിയുടെ മുഖം വല്ലാണ്ടിരിക്കണേ? ആ പേപ്പർ കിട്ടാത്തോണ്ടല്ലേ? സാരമില്ല മീനാക്ഷി, ഒരു പേപ്പറല്ലേ, അതങ്ങ് പോണെങ്കിൽ അങ്ങ് പോട്ടെ. ഒരു പേപ്പറിന് പകരം നമുക്ക് 100 പേപ്പർ അടിച്ചങ്ങ് കൊടുക്കാം, അതുപോരെ? ദേവി ചേച്ചി, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലായില്ലല്ലേ ഇതുവരെയായിട്ടും എന്ന് മിത്ര ചോദിക്കാട്ടോ. പിന്നല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? മുഖ്യമന്ത്രി ഒപ്പിട്ടതായാലും ശരി, പ്രധാനമന്ത്രി ഒപ്പിട്ടതായാലും ശരി, ഒരു പേപ്പർ തന്നെയല്ലേ, ഇനി പോയി
പോയെന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അതിനെ പിറകെ നടന്ന് വിഷമിച്ച് നടന്നിട്ട് എന്താ കാര്യം, നിങ്ങളൊന്ന് സമാധാനപ്പെടുമെന്ന് പറഞ്ഞിട്ട് ശ്രീദേവി വളരെ ലാഘവത്തോടുകൂടി അവരോട് പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ സമാധാനമായിട്ട് നിൽക്കും. ഞാനേ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? അത് പായസമാണ് കൊണ്ടുവന്നത്, വീട്ടിൽ നിന്നാണ്. ഇതെല്ലാം ഇവിടെ കഴിക്കുമ്പോൾ തന്നെ മനസ്സങ്ങ് തണുക്കും. എനിക്കൊന്നും വേണ്ട എന്ന് മീനാക്ഷി പറയാട്ടോ. അപ്പോൾ തന്നെ ഉടനെ ദേവി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറയല്ലേ, വീണ്ടും എന്താ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ. അപ്പോൾ നമ്മളെ മീനാക്ഷിയുടെ ഈ സങ്കടം കാണുമ്പോൾ ഗോമതിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും അതിനപ്പുറം വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ തലയിൽ കൈവച്ചിട്ട് പറയാനുണ്ട്, ഓ ആ പേപ്പർ ആരാണാവോ എടുത്തത് അവരെ തലയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാകാൻ പോണതും ഓടിപ്പോയി വാ പൊത്തുന്നുണ്ട് കേട്ടോ. പേടിച്ച് വിറച്ചിട്ട് നമ്മളെ ദേവി, അയ്യോ അമ്മേ ഇങ്ങനെ പ്രാകല്ലേ. അതെന്താ? അല്ല അമ്മ ഇങ്ങനെ കുറേ സമയമായില്ലേ, നേരം വെളുത്ത മുതലേ ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഗോമതി അടുത്ത് വീണ്ടും പ്രാകുക കേട്ടോ, തലയിൽ കൈവച്ചിട്ട്. അയ്യോ വീണ്ടും ഓടിപ്പോയി വാ പൊത്തിട്ട്, അമ്മേ ഇങ്ങനെ കിടന്ന് പ്രാകല്ലേ അമ്മേ. അതിനിപ്പോൾ എന്താ, അവൾ പേപ്പർ എടുത്തുകൊണ്ട് പോയി ആരായാലും അവർക്ക് ദോഷം വരണ്ടേ? അങ്ങനെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കണ എൻ്റെ പൊന്നമ്മേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലേ ഫലിക്കൂലേ? ഫലിക്കട്ടെ, അതിനു വേണ്ടി തന്നെയാണ്. അല്ല ഫലിച്ചാലും അതിൻ്റെ ദോഷമേ നമ്മളെ മീനാക്ഷിക്കേ കിട്ടത്തുള്ളൂ. മീനാക്ഷി എന്തൊക്കെയായാലും മീനാക്ഷിക്കും കിട്ടൂലേ? അതുകൊണ്ടാണ് ഞാൻ പറയണേ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പിടുണ്ട് കേട്ടോ. അവസാനം മിത്ര ചെന്ന് ആശ്വസിപ്പിക്കുകയാണ്, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നാളെ രാവിലെ ചേച്ചി ഓഫീസിലേക്ക് ചെല്ലണം, പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വരാണ്ടിരിക്കില്ല. ഈ കാര്യവുമായി ബന്ധപ്പെട്ടേ അത് സമാധാനം ആവും സത്യം, അതുകൊണ്ട് വിഷമിക്കല്ലേ എന്ന് പറയാണ്. അതുപോലെ തന്നെ ദേവിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അയ്യോ മീനാക്ഷി നീ ഇങ്ങനെ വിഷമിക്കണ്ട കേട്ടോ, നാളെ നീ ചെല്ലുമ്പോൾ എല്ലാം ഓക്കെ ആവും, സമാധാനപ്പെട്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം ഇപ്പം മാറി മറിഞ്ഞൊക്കെ പോകുന്നില്ലേ. മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യമായാലും പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളായാലും അതുപോലെ ഇത് മാറി മറിഞ്ഞങ്ങ് പോവും, പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പിന്നെ സമാധാനപ്പെടുത്തുമ്പോൾ മീനാക്ഷി ഒന്ന് ആശ്വസിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ദേവിക്ക് സമാധാനമാണ്. അപ്പോൾ ദേവി പറയാം, ഇനിയെങ്കിലും ഈ പായസം ഒന്ന് കുടിക്കുക, അപ്പോൾ ശരിയാവും. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരു ആശ്വാസമായി എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ദേവി പറഞ്ഞു, കണ്ടോ പായസം കൊണ്ട് വന്നപ്പോൾ തന്നെ ഇവിടെ സന്തോഷം വന്നത് കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഓരോ ഗ്ലാസ്സും കൊണ്ട് ഒഴിച്ചു തരാം കേട്ടോ, എല്ലാവരും കഴിക്കുന്നു പറയാം. അങ്ങനെ അത് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് ആ പായസം. അത് ഗോമതി വാങ്ങി നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ദേവി മനസ്സിൽ വിചാരിക്കാം, എൻ്റെ ഭഗവതിയും അവിടെ നിന്നുകൊണ്ട് നേർച്ച വെക്കുക കേട്ടോ, ഞാനൊരു ശർക്കര കൊണ്ട് ഒരു തുലാഭാരം നടത്തിയേക്കാമേ ദേവി, ഒരിക്കലും എന്നെ സംശയിക്കില്ലേ മീനാക്ഷി എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് രാത്രി നമ്മുടെ ബാലൻ പതിവ് പോലെ ആകാശം ബാലനുമായിട്ട് കടയിൽ നിന്ന് തിരിച്ച് വരികയാണ്. വന്നപ്പോൾ തന്നെ കയ്യിലൊരു കവറുണ്ട്. മീനാക്ഷി വിഷമിച്ചിരിക്കുകയാണ്. സാധാരണ വന്ന പാടെ ദേവിയെയോ അല്ലെങ്കിൽ ഗോമതിയൊക്കെയല്ലേ വിളിക്കുന്നത്. നേരെ വന്ന് നമ്മുടെ മീനാക്ഷിയുടെ മുറിയിലേക്ക് കയറി വരിക കേട്ടോ. അത് കണ്ട് മീനാക്ഷി അന്തം വിടുന്നുണ്ട്. എന്താ അച്ഛാ? മോളെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന കവർ മീനാക്ഷിക്ക് കൊടുക്കുക. എന്താ അച്ഛാ അത്? മോക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങി വന്നതാ ഇന്നാ. അതെന്താ എനിക്ക്? നീ എടുക്ക് തുറക്ക് എന്നും പറഞ്ഞ് അത് തുറന്ന് അതിൽ നിന്നൊരു സ്വീറ്റ്സ് എടുത്ത് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷിയെ. അത് കഴിഞ്ഞിട്ട് വേറൊരു പൊതി എടുത്ത് കൊടുത്തിട്ട് പറയുന്ന, ഇത് പേനയാണ് മോളെ, നല്ല പേനയാണ്, നീ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇത് നിനക്ക് ഉപകാരപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് ആ പേനയും കൊടുക്കുക. പക്ഷേ നമ്മുടെ മീനാക്ഷിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. മീനാക്ഷിക്ക് എന്തോ ഒരു തോന്നിയിട്ട് ചോദിക്കണം, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛൻ്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറിയല്ലോ. അങ്ങനെയൊന്നുമില്ല മോളെ. എന്തായാലും ആ ഒരു വിഷമത്തിൽ നീ ഇരിക്കല്ലേ, അതുകൊണ്ട് എന്നൊക്കെ പറയാം. ഞാൻ പഴയ ബാലൻ തന്നെ, ഒരു മാറ്റം ഇല്ലാന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ബാലനാകെ ടെൻഷനായി. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ, അതൊന്നും കുഴപ്പമില്ല, നീ പിന്നെ മറ്റേ പേപ്പർ നിനക്ക് കിട്ടിയായിരുന്നോ, എന്തായി എന്ന് ചോദിക്കുക. ഇല്ല അച്ഛാ അത് കിട്ടിയില്ല, ഇനി എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ശരി, അപ്പോൾ പ്രശ്നമാവും, പിന്നെ പ്രശ്നമാവും, ജോലി തന്നെ പോകും അച്ഛാ, വീട്ടിലിരിക്കേണ്ടി വരുമെന്ന്, സസ്പെൻഷൻ ഓർഡർ ഏകദേശം ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കേൾക്കുമ്പോൾ ജോലി പോകുന്നതും കൂടെ കേൾക്കുമ്പോൾ ബാലനാകെ അന്തം വിട്ട് തളർന്നു പോയി കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്